ഈ വീഡിയോയിൽ നമ്മൾ ഇറാൻ്റെ വിഷയം നോക്കിയിട്ട് കുറച്ച് കാലമായി. കാരണം ഈ ഇസ്രായേൽ 12 ദിവസത്തെ ആ ഒരു യുദ്ധം നടത്തി ഒരു സീസ് ഫയർ. ഇറാനെ സംബന്ധിച്ചിടത്തോളം സീസ് ഫയർ ഒന്നുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ റീഗെയിൻ ചെയ്യാണ്. മനസ്സിലായോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീക്കാണ്, അവർ ഹ്യൂമിലിയേറ്റഡ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. പിന്നെ ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ട്രംപിൻ്റെ ലാംഗ്വേജ് ആണ്. ട്രംപ് അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പെട്ടെന്ന് തന്നെ വെടി നിർത്തണം എന്നുള്ള രീതിയിൽ വെടി നിർത്തി കൊടുത്തതാണ് ഈ വെടി നിർത്തൽ എന്ന് പറഞ്ഞ സംഗതി. അതിലുപരിയായിട്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടി നിർത്തലൊന്നുമില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഇറാൻ ഒരു വിഷയം ആദ്യം മനസ്സിലാക്കണം. ട്രംപ് വെടിനിർത്തൽ കഴിഞ്ഞ ഉടനെ ഒരു പ്രഖ്യാപനം. എന്താണ് പ്രഖ്യാപനം? ഇറാന് വേണ്ടുവോളം ഓയിൽ വിൽക്കാം എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി. ഉടനെ ചൈന പിന്നെ തകൃതിയായിട്ട് അവരുടെ എണ്ണ കച്ചവടം അങ്ങ് തുടങ്ങി. ട്രംപിന് രണ്ട് താല്പര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഒന്ന്, ചൈനയ്ക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക, കാരണം ട്രേഡ് നെഗോസിയേഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചൈനയുമായിട്ട്. അത് നമ്പർ 1. രണ്ടാമത്, ഇറാൻ സെക്കൻഡറിയാണ്. ഇറാൻ എപ്പോഴും സെക്കൻഡറി പോലും അല്ല, ഇറാനെ മൈൻഡ് ചെയ്തുകൊണ്ടല്ല ആ ഒരു വിഷയം പറഞ്ഞത്. എന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്ട്ലി ട്രംപ് ആ ഒരുക്കി കൊടുത്ത ഫെസിലിറ്റി, ഏത് എണ്ണ വിൽക്കാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റി ആയിട്ട് ചെയ്തു കൊടുത്ത ആ ഒരു സംഗതി, ആ ഒരു പ്രസ്താവന, ആ ഒരു സാങ്ഷൻ റിലീഫ് ചെയ്ത കണക്കുള്ള ഒരു പ്രസ്താവന, അത് ഇസ്രായേലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ്. അതിൽ യാതൊരു സംശയമില്ല. ചൈനയ്ക്ക് വേണ്ടിയിട്ട് ചൈനയെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും അത് ഇൻഡയറക്ട്ലി ഇസ്രായേലിനെ ബാധിക്കുന്ന പ്രസ്താവനയാണ്. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. നാരോ സബ്മിറ്റിന് പോകുന്നതിന് മുമ്പ് ട്രംപിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് ഇറാന് ഓയിൽ വിൽപ്പന ആവാം എന്ന് നിങ്ങൾ പറഞ്ഞത്? ഇപ്പോഴും അവർ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിന് മുമ്പിരുന്ന അവസ്ഥയ്ക്കും ഇപ്പോഴും തമ്മിൽ എന്താണ് വ്യത്യാസം ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി മൊത്തം ഞങ്ങൾ ഒബിലിറ്ററേറ്റഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അടിച്ച് തകർത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശാൻ ഈ ഒരു ഉത്തരം പറഞ്ഞത്. ഇനി ആ രാജ്യത്തിന്, കാരണം ഇസ്രായേൽ താറുമാറായിട്ട് അവിടെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഇറാൻ്റെ ഉള്ളിൽ അത്രമാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രാജ്യം റീബിൽഡ് ചെയ്യാനും പുട്ട് ബാക്ക് ദ നേഷൻ ഇൻ ഒറിജിനൽ കണ്ടീഷൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് പണം ആവശ്യമുണ്ട്. ഓയിൽ എത്ര വേണേലും വിറ്റ് ആ ഒരു ഫണ്ട് അവർ സമാഹരിച്ചോട്ടെ എന്നാണ് പറഞ്ഞു വെച്ചത്. ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്നാണ് ട്രംപ് പറയാണ്ട് പറഞ്ഞു വെച്ചത്. എന്നാൽ ആ രാജ്യം പുരോഗതിയിലോട്ടാണോ പോകുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. ഇറാൻ്റെ വിഷയം ഇപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്, ഗൗരവമേറിയ കാരണങ്ങളുണ്ട്. കാരണം ഇറാൻ്റെ ഉള്ളിൽ ആ രീതിയിലാണ് പ്രശ്നങ്ങൾ. ഇറാൻ്റെ ഉള്ളിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ട്. എന്തിൻ്റെ പേരിലാണ്? വെള്ളമില്ല, കറണ്ടില്ല. പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ. ATM നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ബാങ്കിങ് സിസ്റ്റം മൊത്തം ഹാക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ മൊത്തം പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ ഇടയ്ക്കിടയ്ക്കുള്ള പവർ കട്ട് ക്രിപ്റ്റോ മൈനിങ്ങിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റ് ആയിക്കോട്ടെ പല രീതിയിലും ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രണ്ടാമത്, ഈ റെജീം, IRGC റെജീം, ഈ റെജീം ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അതായത് അവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള പോരായ്മകളുണ്ട്, അതെല്ലാം തന്നെ അവർ മറച്ചു പിടിക്കുകയാണ്. ഞാൻ ഇതിൽ ഒരു വാക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹ്യൂമിലിയേഷൻ, അതായത് നാണക്കേട്. ഇപ്പം ഇറാനിന് ഉണ്ടായ നാണക്കേട് എന്ത് നാണക്കേടാണ്? നാണക്കേട് മൊസാദിൻ്റെ കടന്നുകയറ്റം. ഈ മൊസാദിൻ്റെ കടന്നുകയറ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ മലയാളം മീഡിയ അതുപോലെ തന്നെ ഈ വാർത്താ മാധ്യമങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു ഹ്യൂമിലിയേഷനെ കുറിച്ച് തിരിച്ചറിയുന്ന പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഹ്യൂമിലിയേഷൻ നടന്നത്, ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ഹിസ്ബുള്ളയ്ക്ക് ഹ്യൂമിലിയേഷൻ നടന്നത് ഒറ്റ വിഷയത്തിലാണ്, പേജർ ആക്രമണം. അത് വളരെ ടാക്റ്റിക്കായിട്ടുള്ള ഒരു ഇടപെടലാണ്. IDFൻ്റെ ആയിക്കോട്ടെ, ഇസ്രായേലിൻ്റെ, മൊസാദിൻ്റെ. ഇറാൻ്റെ ഹ്യൂമിലിയേഷൻ നടന്നത് എവിടെയാണ്? ഇറാൻ്റെ ഹ്യൂമിലിയേഷൻ നടന്നാണ് അവരുടെ നമ്പർ ഓഫ് IRGC റെജിമിൽപ്പെട്ട ഉദ്യോഗസ്ഥർ, ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കൂട്ട മരണം. ഇത് ഹ്യൂമിലിയേഷനാണ്. ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ ഉള്ളിൽ IRGC കിടന്ന് തത്രപ്പാടുപെടുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടോളൂ. പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ഒറ്റൊരുത്തരും മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല. പുതിയ നിയമമാണ്. ഇറാൻ്റെ ഉള്ളിൽ, പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ആരും മൊബൈൽ ഫോൺ കൊണ്ടുവരരുത് എന്നുള്ള നിയമം പാസ്സാക്കിയിരിക്കുകയാണ് ഇറാൻ്റെ ഉള്ളിൽ. കാരണം ഇസ്രായേലിൻ്റെ സർവൈലൻസ് പേടി. ഇതുപോലൊരു രാജ്യം എവിടെയെങ്കിലും ചലിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറാൻ ഉണ്ട്. ബെസ്റ്റ് എക്സാമ്പിളാണ്. നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും MP മാരെടുത്ത് നമ്മൾ പറയുമോ മൊബൈൽ കൊണ്ടുവരരുതെന്ന്? പക്ഷേ ഇറാനിൽ ഇത് നടക്കുന്നുണ്ട്. അതിൻ്റെ സംഭവം വേറെ ഒന്നുമില്ല, മൊസാദിൻ്റെ ഇൻഫിൽട്രേഷൻ ഇറാൻ്റെ ഉള്ളിൽ അത്രമാത്രം ഉണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യെസ്, ഉണ്ട്. എല്ലാ ദിവസവും 1, 2, 3 പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ കുറേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മടുത്തിട്ടാണ് പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള പൊട്ടിത്തെറികളൊന്നും തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യാത്തത്. കാരണം നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ്.
ഡെയിലി 1-2 സ്ഥാപനങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് മൊസാദിന്റെ കടന്നുകയറ്റം ഇറാന്റെ ഉള്ളിൽ. അതായത് IRGCക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആദ്യം ഒരു 9 പേരടങ്ങുന്ന ഒരു സംഘം, ആ സംഘത്തിനെ തകർത്തത് എങ്ങനെയാണെന്നുള്ളത് ഒരു മെസ്സേജ് എന്താണ്? ഇറാന്റെ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഒരു മെസ്സേജ് വിടുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഇന്ന ആൾക്കാർ ഈ സ്ഥലത്ത് വരണം എന്നാണ് ഈ ഒരു മെസ്സേജ് വിട്ടിരിക്കുന്നത്. അതായത് ആ സീനിയർ ഉദ്യോഗസ്ഥന്റെ വോയിസ് ടാപ്പ് ചെയ്ത് അതേ വോയിസിൽ, അതേ സൗണ്ടിൽ, അതേ ക്ലാരിറ്റിയിൽ ഒരു മെസ്സേജ്, വോയിസ് നോട്ട് മൊസാദ് വിട്ടിരിക്കുകയാണ് അയാളുടെ നമ്പറിൽ നിന്ന് തന്നെ. അപ്പോൾ അത് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, എങ്ങനെയാണ് ഈ കൃത്യമായിട്ട് ഈ ഒരു മെസ്സേജ് ഡെലിവർ ചെയ്യാൻ പറ്റിയത്? അതാണ് മൊസാദിന്റെ മിടുക്ക്. ആ മെസ്സേജ് കേട്ടപാടെ ഈ സീനിയർ ആയിട്ടുള്ള ഇത്രയും ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ഒത്തുകൂടി ഒരു സ്ഥലത്ത്. ആ സ്ഥലമാണ് ആദ്യമേ പൊട്ടിത്തെറിച്ചത്. മനസ്സിലായല്ലോ? ഇത് ഹ്യൂമിലിയേഷനാണ്. ഈ വിഷയം ഇറാന്റെ ഉള്ളിൽ മൂടി മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഇപ്പം നടക്കുന്ന പൊട്ടിത്തെറികളെല്ലാം തന്നെ ഇസ്രായേലിന്റെ മേളിൽ കെട്ടിച്ചമയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇസ്രായേലിലുള്ള മൊസാദ് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അവർ ഓപ്പൺ ആയിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം വേറെ ഒന്നുമില്ല. ഓൾറെഡി തന്നെ റേസ പേലവിയെ നമ്മൾ ചെറുതായിട്ട് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. റേസ പേലവി ശരിക്കും വലിയൊരു ടീം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ സ്റ്റേറ്റ്മെന്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റ്, ഞാനൊക്കെ കരുതിയിരുന്നത് ഇറാന്റെ പുറത്താണ് റേസ പേലവിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും, ഇറാനിൽ നിന്നും പുറത്തുപോയ ആൾക്കാരാണ് റേസ പേലവിയോടൊപ്പം ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ അങ്ങനെയല്ല. നേരെ മറിച്ച് റേസ പേലവി പറയുന്നത് പുറത്തുള്ള ആൾക്കാരെക്കാളും ഏറ്റവും കൂടുതൽ ഇറാന്റെ ഉള്ളിൽ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അവര് ഇപ്പം ശരിക്കും ഈ IRGC റെജീമിനെ ഡയറക്റ്റായിട്ട് അങ്ങനെ എതിർക്കുന്നില്ല. കാരണം അങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ IRGC ശക്തമായ നടപടിയെടുക്കും. അതുകൊണ്ട് ഒരു ടൈം വരുന്നവരെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ ഇറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യം വളരെ വളരെ ക്രൂഷ്യലാണ്. ഇറാന്റെ IRGCക്ക് ഒരുപാട് നാൾ ആയുസില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വളരെ വളരെ കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഇറാൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രംപ് പറഞ്ഞു ഇറാൻ നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് ഓയിൽ വിറ്റ് പണം റെഡിയാക്കിക്കോ എന്നാണ് പറഞ്ഞത്. പക്ഷേ പണം എങ്ങനെയാണ് ഇറാൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? 40 J-10 ഫൈറ്റർ ജെറ്റുകൾ മേടിച്ചിട്ടുണ്ട് ചൈനയിൽ നിന്ന്. 700 മിസൈലുകൾ ഷിപ്പിൽ വെച്ച് ലബനാനിലേക്ക് കടത്താൻ ശ്രമിക്കുന്നുണ്ട് യമൻ ത്രൂ. അങ്ങനെ ഒരു ഷിപ്മെന്റിനെയാണ് യമനിലേക്ക് പോയി ഇസ്രായേൽ അടിച്ച് തകർത്തത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹുദൈബ പോർട്ടിൽ വെച്ചിട്ട് തകർത്തത് ഈ 700 മിസൈലുകൾ അടങ്ങിയ കണ്ടെയ്നർ ഷിപ്മെന്റ് ആണ് അടിച്ച് തകർത്തത്. അപ്പൊ ഇതുപോലത്തെ പല ഓപ്പറേഷൻസും ഇസ്രായേൽ നടത്തുന്നുണ്ട്. മൊസാദിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇറാനിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം ഇറാൻ ഉള്ളത്. അതുകൊണ്ട് പൊട്ടിത്തെറികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഈ ഒരു അവസരം ഉപയോഗിച്ച് കൂടുതൽ ആയുധങ്ങൾ ശേഖരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. IRGC റെജീമിനെ, ഇസ്രായേലിന്റെ പക്കലുള്ളത് 2 ഓപ്ഷനാണ്. ഒന്ന്, IRGC റെജീമിനെ അട്ടിമറിക്കുക. 2, ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുക. ഈ 2 ഓപ്ഷനാണ് ഇസ്രായേലിന് മുമ്പിലുള്ളത്. കാരണം ഇറാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ന്യൂക്ലിയർ ടോക്ക് മാത്രം വേണ്ട, ന്യൂക്ലിയർ ടോക്കിനോടൊപ്പം ഗാസയെക്കുറിച്ചും ഞങ്ങൾക്ക് സംസാരിക്കണം എന്നാണ് ഒരു ഓപ്പൺ പ്രൊപ്പോസൽ വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഗാസയെക്കുറിച്ചും. അതായത് അവർ ചില ടാക്ടിക്സ് ഉപയോഗിക്കുകയാണ്. അവർക്ക് ചർച്ച നടത്തണം, പക്ഷെ അവർ ഇങ്ങനെ ലോ പ്രൊഫൈലിൽ നിന്നുകൊണ്ട് ചർച്ച നടത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അവരുടെ പ്രോക്സികൾ പോലും പിന്നെ അവരെ മൈൻഡ് ചെയ്യില്ല, അവർക്കൊരു വിലയും വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോക്സികളെ വളർത്തുമ്പോഴേ അവരുടെ മുന്നിലെങ്കിലും ഞെളിഞ്ഞ് നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തല താഴ്ത്തിയിട്ടുള്ള ഒരു നെഗോസിയേഷൻ ഇല്ല എന്നാണ് അവരുടെ നിലപാട്. ഇത് തന്നെയാണ് പണ്ടും അവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത്. അതിനോടൊപ്പം ആയുധ ശേഖരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സുകൾ സ്വന്തമാക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പം. അതിൻ്റെ അർത്ഥം അവരുടെ രാജ്യം പുരോഗതിയിലേക്ക് കൊണ്ടുപോവുക, അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുക,
അവിടുത്തെ ഇലക്ട്രിസിറ്റി പവർ സപ്ലൈ പരിഹരിക്കുക. അല്ലാതെ ഇപ്പം അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റിയാണ് ഇറാൻ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കാണിക്കുന്ന സാറ്റലൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളത്തിന്റെ സോഴ്സ് ആയിട്ടുള്ള ആ ഒരു റിവർ വറ്റി വരണ്ട് അതിന്റെ വിസ്തീർണം കുറഞ്ഞ് ചെറിയ തോതിലായിരിക്കുകയാണ്. അതൊരു കുളം പോലെ ആയിരിക്കുകയാണ്. ഒരു റിവർ വറ്റി വരണ്ട് ചുരുങ്ങി ഒരു കുളം പോലെ ആയിരിക്കുകയാണ്. ഇറാൻ ഇസ് ഗെറ്റിംഗ് റെഡി ഫോർ അനദർ വാർ. ഇറാൻ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തയ്യാറെടുക്കുകയാണ്. ആ ഒരു മെസ്സേജാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. എന്നാലും എത്ര ഓയിൽ അവർ വിറ്റ് പൈസ സമ്പാദിച്ചാലും ബില്യൺ കണക്കിൽ ഡോളർ അവർക്ക് കൊടുത്താലും അവർ ഈ പ്രോക്സികളെ എക്സ്പാൻഡ് ചെയ്യുകയും ആയുധങ്ങൾ സമാഹരിക്കുകയും അവർ ഇതേ തലച്ചോറിൽ തന്നെ മുന്നോട്ട് പോകാനേ അവർ ശ്രമിക്കത്തുള്ളൂ. അവരൊരിക്കലും ജനങ്ങളെ നന്നായിട്ട് കെയർഫുള്ളായിട്ട് കരുതലോടുകൂടി നയിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഹമാസ് എന്താണോ ഗാസയിൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് IRGC ഇറാനിൽ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇവിടെ IRGCയും ഹമാസും സെയിം പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. ജനങ്ങളെ സിവിലിയൻസിനെ മറയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ദൗത്യങ്ങൾ, അവരുടെ മതപരമായിട്ടുള്ള ദൗത്യങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ്. അതാണ് മനസ്സിലാക്കുന്നത്. Israel did something incredibly unprecedented. I mean, people say you can't destroy the knowledge. Well, on the nuclear weaponization, Israel pretty much accomplished that. What they did is they killed a certain number of Iranian nuclear scientists, managers, experts, decades of experience. People had been in the ex-nuclear weapons program of the early 2000s. Let's see, in a list of an official list put out by Israel, 9 out of the 11 people had been in the old nuclear weapons program. But more importantly, they were also managers. And then there's others that are reported to have been killed, but also their family members were killed. And then at the same time, during the war, its agents were contacting many other scientists and threatening their lives. It also made a statement that if you work in the nuclear weapons program, we'll kill you. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.